മരണ വീട്ടിൽ പോയിരുന്ന് നിലവിളിച്ച് കരയുന്ന പെങ്ങള് മഗ്‌രിബ് കഴിഞ്ഞാൽ സീരിയലിന്റെ മുന്നിലിരുന്ന് തേങ്ങുന്ന ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, കടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോ നിലവിളിക്കുന്നവന് എന്തിനാടാ നീ നിലവിളിക്കുന്നത്? വിളിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? ആ കരച്ചിൽ കൊണ്ട് നിനക്ക് പ്രയോജനമില്ലല്ലോ. കരയേണ്ടത് അപ്പോഴല്ലടാ, അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറന്നുകൊണ്ട് നിനക്കൊന്ന് കരയാൻ കഴിയുമോ? കാരണം അള്ളാഹുവിന്റെ നരകമുണ്ടല്ലോ, അത് ഭയാനകമാണടാ ചെറുപ്പക്കാരാ. അതാ നരകത്തെ കുറിച്ച് ഭയന്നതിന്റെ പേരിലാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കരഞ്ഞത്. ആ നരകത്തെ ഭയന്നതിന്റെ പേരിലാണ്. മഹാനായ മീകായിൽ അലൈഹിസ്സലാം നരകം കണ്ടതിന്റെ പേരിലാ കരയാത്തത്. ഇസ്രാ മിഅ്റാജ് കടന്നു വരുമല്ലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴാകാശം കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു പോകുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങളിൽ മുഴുവനും മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ മലക്കുകൾ എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആകാശ ലോകത്ത് കാണുന്ന എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാ. എല്ലാവരും ചിരിക്കുന്നുണ്ട്, എല്ലാവരും മുത്തുനബിയെ നോക്കുന്നുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരാള് മാത്രം തല ഉയർത്തുന്നില്ല, ഒരു മലക്ക് ചിരിക്കുന്നില്ല, ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ല. ഒരു മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീല്? ആ കാണുന്ന മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അത് മാലിക് എന്ന മലക്കാണ് നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാട്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ചിരിക്കാത്തത്? എന്തേ മുഖത്ത് നോക്കാത്തത്? എന്തേ തല ഉയർത്താത്തത്? എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുന്ന ദിവസത്തില് ആ മലക്ക് എന്തേ തല ഉയർത്താത്തത്? യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ചിരിക്കില്ല നബിയേ. ആ മലക്ക് തല ഉയർത്തി നോക്കില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? നരകത്തിന്റെ കാവൽക്കാരനാ, നരകത്തിന്റെ കാവൽക്കാരനായി അവിടെ നിന്ന് എന്നാണോ ജോലി കിട്ടിയത്, അതിനുശേഷം ആ മലക്ക് അവിടെ നിന്ന് ചിരിച്ചിട്ടില്ല നബിയേ, മുഖമുയർത്തിയിട്ടില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലോ. ആ നരകത്തിന്റെ മുന്നിൽ അല്ലാഹു നമ്മളെ കൊണ്ടുപോകുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പെങ്ങളെ കോടികൾ കൊടുക്കണമെന്നല്ല പറഞ്ഞത്, നീ രാവും പകലും ഇബാദത്ത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറഞ്ഞത്, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീഴ്ത്താരാ. ദുആ ചെയ്യുന്ന സമയത്ത് കരയൂ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നിനക്ക് വല്ല കണക്കവുമുണ്ടോ ഉമ്മ? മുടിയെല്ലാം നരച്ചുപോയി 60 വയസ്സായ നീയും ഇന്നും നന്നായിട്ടില്ലല്ലോ. ഇനി എന്ന് നന്നാകാനാ? എത്ര കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടു. നിന്നെക്കാലം പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് കുളിപ്പിച്ചവളല്ലേ നീ? എന്നിട്ടും എന്തേ നിനക്കൊന്നും മരണത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തത്? നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോകുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഏറ്റു പറയണമെന്ന് തോന്നാത്തതെന്തേ ഉമ്മ?
40 വയസ്സ് കഴിഞ്ഞ ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, 40 വയസ്സ് കഴിഞ്ഞിട്ടും മുടിയൊക്കെ വടിച്ച് നടക്കുകയല്ലോ, താടി വടിച്ച് നടക്കുകയല്ലോ, പള്ളിയിൽ കേറാതെ നടക്കുകയല്ലോ. വാപ്പാ, സാധാരണ പോലെയല്ല. 39 വയസ്സുള്ള ഒരു മനുഷ്യന് തെറ്റ് ചെയ്താൽ അവന് കിട്ടുന്ന ശിക്ഷയേക്കാൾ ഇരട്ടിയാ. 40 വയസ്സ് കഴിഞ്ഞ് പാപം ചെയ്യുന്നവന് ശിക്ഷ ഇരട്ടിയാ. അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് പടച്ചറപ്പിന്റെ മുന്നിലേറ്റ് പറയണ്, എടാ എങ്ങനെ കിടന്ന് നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പലരും ചോദിക്കും, ഉസ്താദേ കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ട്, ഒരുപാട് ആസ്വദിച്ചു ഉസ്താദ്. 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം എന്റെ 20-നുള്ളിൽ ചെയ്തു കഴിഞ്ഞു ഉസ്താദ്. എടാ ചെറുപ്പക്കാരാ, അള്ളാടെ മുന്നിൽ പറയാൻ കഴിയുമോ? ഒരുപാട് നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും കേൾക്കണമെന്ന് പറയുന്നില്ല. പറയേണ്ടത് പോലെ പറയടാ ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടല്ല, അറിയാത്തത് നീ ഒളിച്ചു വെച്ചത് കൊണ്ടാണെന്ന് കരുതിയെങ്കിൽ ഒരിക്കലും ഇല്ല പെണ്ണ്. അല്ല നിന്റെ ഉമ്മാനെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാ, നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാ. അതുകൊണ്ട് പറയുന്ന നിന്റെ അടുത്തിരിക്കുന്നവര് പോലും കേൾക്കണമെന്നില്ല. ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവോടൊന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ശക്തമായ വരൾച്ചയാണ്. ബനൂ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവനും വന്നിട്ട് അതാ മൂസാ നബിയോട് പറയുന്നു, നബിയേ മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾക്ക് പോലും കുടിക്കാനില്ല, വല്ലാത്ത വരൾച്ചയാ. അതുകൊണ്ട് മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചവരോടൊന്ന് ദുആ ചെയ്യണേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു, ഒരു ദിവസം ജനങ്ങളോട് മുഴുവനും ഒരുമിച്ച് കൂടാൻ പറയുകയാണ്. നാട്ടുകാര് മുഴുവനും മഴയില്ലാത്തത് കാരണം ദുആ ചെയ്യുന്നതിന് വേണ്ടി വിജനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് മഴ തരണേ അല്ലാഹ്, മഴയില്ലാതെ ഞങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാ അല്ലാഹ്, മഴ തരണേ പടച്ചവന്. അവിടുന്ന് മഴ പെയ്യുന്നില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്തു, അല്ലാഹ് മഴ തരണേ റബ്ബേ. അപ്പോഴും മഴ പെയ്യുന്നില്ല. മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹ് അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് പറയുന്നു, മൂസ നബിയേ ദുആ ചെയ്യണ്ട മഴ പെയ്യൂല, ദുആ ചെയ്യണ്ട മഴ പെയ്യൂല. കാരണം എന്തേ ജിബ്രീൽ? മൂസ നബിയേ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഈ 10,000 അങ്ങയുടെ മുന്നിൽ ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. ഈ ജനങ്ങളുടെ ഇടയിൽ 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരുത്തനുണ്ട്. 40 വർഷമായിട്ട് അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു അഹങ്കാരിയുണ്ട്. അല്ലാഹുവേ അവൻ എഴുന്നേറ്റ് പോകാതെ അല്ലാഹ് മഴ തരില്ല നബിയേ. മൂസാ
നബിയോട് പറയുകയാണ്, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഈ ബനു ഇസ്രായേലുകൾ 40 വർഷമായിട്ട് പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, ഇല്ലാതെ റബ്ബ് മഴ തരൂല. അവന് പോയിട്ട് ദുആ ചെയ്യ് നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് പറയുകയാ, 40 വർഷമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല, അവൻ എഴുന്നേറ്റ് പോകാതെ ദുആ സ്വീകരിക്കില്ല. എല്ലാവരും പരസ്പരം നോക്കുകയാണ്, ആരാണല്ലാഹ്? 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്നവനാരാ? എല്ലാവരും പരസ്പരം മുഖം നോക്കുകയാണ്, ആരും എഴുന്നേക്കുന്നില്ല. ആരാണ് എഴുന്നേക്കുന്നതെന്ന് ജനങ്ങളെ മുഴുവനും നോക്കി നിൽക്കുകയാ. പ്രായമുള്ളവരുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ട് നടക്കുന്നവനും ആ സദസ്സിലിരിപ്പുണ്ട്. അവർ ചിന്തിച്ചു, അല്ലാഹ് ഇത് പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ. അല്ലാഹ് ആ പറഞ്ഞ വ്യക്തി ഞാനാണല്ലോ. ഞാനിപ്പോ എഴുന്നേറ്റ് പോയാൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുമല്ലോ, എല്ലാരും എന്നെ കാണുമല്ലോ, എല്ലാരും എന്നെ അറിയുമല്ലോ. ആ മനുഷ്യനാ സദസ്സിലിരിക്കുകയാണ്. എന്നിട്ട് തല ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു. എന്നിട്ട് അല്ലാഹുവോടൊരു രഹസ്യം പറയുകയാ, കേൾക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് അല്ലാഹുവിനോടൊരു രഹസ്യം പറയുകയാണ്. എന്തേ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹ് ജീവിതത്തിൽ ഈ 40 കൊല്ലവും ചെയ്തത് നന്ദി കേടാ അല്ലാഹ്. ഞാൻ ചെയ്തത് മുഴുവനും ധിക്കാരമാണല്ലാ. റബ്ബേ ഞാൻ തിരിച്ചറിയുന്ന പടച്ചവര്, എല്ലാം ഞാൻ തിരിച്ചറിയുന്ന പടച്ചവര്. അല്ലാഹുവേ നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാഹ്. എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും നന്ദികേട് കാണിക്കില്ല, ഇനി ഒരിക്കലും ധിക്കാരം കാണിക്കില്ല. ഞാൻ ഇന്നു മുതൽ നന്നാകാൻ പടച്ചവര്, എന്റെ പാപം നീ പുറത്തു തരണേ തമ്പുരാന്. ആ ജനങ്ങളുടെ നടുവിലിരുന്ന് ആരും കാണാതെ പടച്ച റബ്ബ് മാത്രം കേൾക്കുന്ന ശബ്ദത്തില് ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, അല്ലാഹ് എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്. എന്റെ പാപം പൊറുത്താൽ, എന്റെ ദുആ സ്വീകരിച്ചാൽ, എന്റെ പശ്ചാത്താപം സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ കാർമേഘങ്ങൾ കൂടുകയാണ്, കാർമേഘങ്ങൾ കൂടുകയാണ്. അല്ലാഹുവേ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ്. മഴ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഓടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാഹ് ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലല്ലോ. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മൂസാ നബിയേ 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടന്ന മനുഷ്യനുണ്ടല്ലോ, അവനെ തൗബ ചെയ്ത സന്തോഷത്തില് അല്ലാഹ് മഴ കൊടുത്തതാണ് നബിയേ. ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ സഹോദരാ, തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? പറയേണ്ടതുപോലെ പറഞ്ഞാ മതി. നിലവിളിക്കണമെന്നില്ല, വിളിച്ചു കൂവണമെന്നില്ല. പറയേണ്ടതുപോലെ പറഞ്ഞാ മതി. ആ മനുഷ്യൻ ഇരുന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഇത്രയും കാലം ചെയ്തത് മുഴുവനും തെറ്റ്, ഞാൻ അംഗീകരിക്കുന്നു, നന്ദികേട് തന്നെയാ, അള്ളാഹ് എനിക്ക് പുറത്തുതാ, ഇനി ഞാൻ ചെയ്യൂല.
അല്ലാ നീ എനിക്ക് പുറത്തുതാ, ഇനി ഞാൻ ചെയ്യില്ല പടച്ചവനെ. അല്ലാ എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കിലും മഴ പെയ്യിപ്പിക്കണം. മഴ പെയ്തു. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൂവലല്ല, നിലവിളിയല്ല. ചിലരുടെയൊക്കെ ദുആ കണ്ട സങ്കടം തോന്നി ഇങ്ങനെ കിടന്നിട്ട് വിളിക്കുക. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു സഹാബി ഇരുന്നിട്ട് ഇങ്ങനെ നിലവിളിച്ചോണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ അല്ലാഹു ഇങ്ങനെ വിളിച്ചു കൂവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചങ്ങാതി, അള്ളാഹ്ക്ക് ചെവി കേൾക്കുന്നു. അള്ളാഹുവിന് ചെവി കേൾക്ക്. നീ എന്താ ഇങ്ങനെ ഇടന്ന് വിളിക്കണം? നീ ചെവി കേൾക്കാത്ത അള്ളാഹനല്ല വിളിക്കണത്, ചെവിക്ക് കേൾവിയുള്ള അള്ളാഹിനെ വിളിക്കണം. നീ ഒന്ന് പതുക്കെ വിളിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് കടന്ന് വിളിച്ചു പോവാനും പാടില്ല. എന്നാ പിന്നെ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ വിളിച്ചു പോവാനും പാടില്ല. ചിലർ എന്നിട്ട് ദുആ ചെയ്തിട്ടുണ്ടാവും കേക്ക് തിന്നുന്ന പോലെ, എന്തോ ചൂടുള്ള സാധനം തിന്നെ കപ്പലണ്ടി തിന്നുന്ന പോലെ ഇങ്ങനെ വാ മാത്രം. അങ്ങനെയല്ല. ദുആ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശബ്ദം കുറയാനും പാടില്ല, ഒരുപാട് ശബ്ദം കൂടാനും പാടില്ല. രണ്ടിന്റെയും മധ്യം. ശബ്ദം കൂടിയാലും ശബ്ദം കുറഞ്ഞാലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയതൊക്കെ ഓർത്തൊന്ന് കരയാൻ പറ്റണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കണം. ആമിന, പള്ളിക്കാട്ടി കൊണ്ട് നിന്നെ കുഴിച്ചിട്ടാ നിന്റെ ഭർത്താവ് വരുവോ? നിന്റെ ഇക്ക വരുവോ? നിന്റെ മക്കള് വരുവോ? കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ച വീട് പോയല്ലോ അല്ലാ, മണ്ണിനകത്ത് കിടക്കണമല്ലോ അല്ലാ. എന്ത് ചെയ്യും റബ്ബേ? ഇന്നത്തെ രാത്രി ഞാൻ മരിച്ചുപോയാ അല്ലാ, എന്നെ എന്ത് ചെയ്യും? ഞാൻ അള്ളാനോട് എന്തു പറയും? രാത്രി കിടക്കുമ്പോ ബോധം നിനക്കുണ്ടാകണം. ഓരോ മനുഷ്യൻ രാത്രി കിടക്കുന്ന സമയത്ത് ചിന്തിക്കണം. ഭാര്യയും ഭർത്താവും കിടക്കുന്ന സമയം പരസ്പരം പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയോട് പൊരുത്തം ചോദിക്കണ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ എന്ന് കൈപൊക്കിക്ക്. രാത്രി കിടക്കുമ്പോ 3 പേരുണ്ട്. അള്ളാഹു ഒരു 3 പേർക്കും സ്വർഗം കൊടുക്കുമാറാകട്ടെ. താത്താമാര് ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണ ഏതെങ്കിലും ഒരു ആമിനുണ്ട് കൈപൊക്കിക്ക്. ഏതെങ്കിലും ഒരു പെണ്ണ്, അവിടെയും 3 എണ്ണം ഉണ്ട്. അള്ളാഹു 3നും സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇത്രയേ ഉള്ളൂ. സ്വന്തം ഭാര്യയോട് പോലും പൊരുത്തം ചോദിക്കാത്ത നീന്റെ അവസ്ഥ ഒന്ന് ആലോചിക്ക്. മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? പൊരുത്തം ചോദിക്കണമല്ലോ. ദേഷ്യം കെട്ട് കുടുംബത്തേക്ക് അവളെ വാപ്പാക്കി വിളിക്കും, ഉമ്മാക്കി വിളിക്കും, അങ്ങനെ തൊറ്റ വിളിക്കും, മറിച്ചവളെ എന്ന് വിളിക്കും, എന്തെല്ലാം പറയുന്നവളെ. വീട്ടിലെ വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാതെ മാനസികമായി 15ഉം 20ഉം കൊല്ലം കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ആ പാവത്തിനെ. എന്നിട്ട് പൊരുത്തം ചോദിക്കാൻ, പിന്നെ ഓളോട് പൊരുത്തം ചോദിക്കാനല്ലേ, വേറെ പണിയില്ല. അതാ ആണുങ്ങൾ പറയാറുണ്ട്, ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഇല്ലേ? ആരാ പറയണത്? പേവെള്ളം അടിച്ചിറക്കണം മുതുകുടിയൻ. സ്വന്തം പെണ്ണുമ്പിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാത്ത, പള്ളിയുടെ വെള്ളിയാഴ്ച പോലും പള്ളിയുടെ പടി കയറ്റാത്തവനാ പോയി എന്നിട്ട് പറയണത്, കേക്കടി അങ്ങാര് പ്രസംഗിച്ച കേട്ടോ, എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. പിന്നെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. താത്ത, നിന്റെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. പക്ഷെ ഓന് പോണമെങ്കിൽ നിന്റെ പൊരുത്തവും വേണം. അല്ലാ എന്താ ഒരു പാലം മാത്രമല്ലല്ലോ, ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണമല്ലോ. നാട് മുഴുവനും കയറി പെണ്ണ് കെട്ടിയിട്ടുണ്ട്, 2-3 എണ്ണത്തിനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കെട്ടിയിട്ടിട്ട് വല്ലപ്പോഴും പോവാ, അസ്സലാമു അലൈക്കും, 2 കിലോ അരിയും 1 കിലോ പഞ്ചാരയായിട്ട് പോയിട്ട് തലയും കാണിച്ചിട്ട് വരുന്ന മഹാന്മാർ. ഒരു സഹോദരി വിളിച്ചിട്ട് കരയ, ഉസ്താദേ ഇന്നത്തെ വയലിൽ നിങ്ങൾ പ്രസംഗിക്കണം കേട്ടാ, ഇന്നത്തെ വയലിൽ നിങ്ങൾ പ്രസംഗിക്കണം. ഞാൻ 7 മാസം ഗർഭിണിയാ. എനിക്ക് 3.5 വയസ്സുള്ള ഒരു മകളുണ്ട്. പനി പിടിച്ച് കിടന്നിട്ട് ഒരു 500 രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തരുന്നില്ല. അവനാ ഇവിടെ കാരുണ്യ പ്രവർത്തനത്തിന് മുമ്പന്തി നിൽക്കണേന്ന് ഒന്ന് പറഞ്ഞേക്കാൻ. 4 ചൂക്ക് ചങ്ങായി, നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കാൻ നടക്കുന്നവൻ സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം മകൾക്ക്, 3.5 വയസ്സുള്ള മകൾക്ക് പനി പിടിച്ച് കിടന്നിട്ട് ഒരു മരുന്ന് വാങ്ങാൻ പൈസ എടുക്കാത്തവനാ നാട്ടുകാർക്ക് നന്നാക്കാൻ നടക്കുന്നത്. അള്ളാഹു അവനെ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ചുക്ക് നാട് മുഴുവനും കിട്ടിയടക്കാം. എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ പൊരുത്തുണ്ടെങ്കിൽ നിനക്കും സ്വർഗത്തിൽ പോകാം. തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതിനൊക്കെ എവിടെ സമയം? അതൊന്നും പറയരുത്. കുടുംബജീവിതമോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ പറയുന്നത് തന്നെ എല്ലാവർക്കും കുടുംബ വഴക്കുകളും ബഹളങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. തല്ലും എന്തെല്ലാം വിഷയങ്ങൾ. ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതമൊക്കെ വളരെ പ്രയാസകരമായ രീതിയിൽ കുടുംബജീവിതത്തിന്റെ മഹത്വവും പവിത്രതയും നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ. അള്ളാഹു നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. നാട്ടുകാര് നീ നല്ലവനാന്ന് പറയും,
നാട്ടുകാരും നീ വലിയ മഹാനാണെന്ന് പറയും. പക്ഷെ നാട്ടുകാർ പറയുന്നതിലല്ല കാര്യം, ആര് പറയണം? നാട്ടുകാർ നീ വലിയവനെ സ്റ്റേജിൽ കയറ്റി ഇരുത്തിട്ട് പറയും വലിയ മഹാന, കോടികളോ ലക്ഷങ്ങൾ പള്ളിക്ക് കൊടുക്കും, മറ്റേത് കൊടുക്കും, മറിച്ചത് കൊടുക്കും, വലിയ മഹാന എന്നൊക്കെ പറയും. അതിലൊന്നും കാര്യമില്ല. ആര് പറയണം നീ മഹാനാണെന്ന്? അല്ല പറയണത്. പിന്നെ ആര് പറയണം? നിന്റെ ഭാര്യ പറയണം. നിന്റെ ഭാര്യക്ക് മാർക്ക്, നിന്റെ ഭർത്താവിന് ഭാര്യ മാർക്കിടുന്നത്. ആമിന പറയണം നീ നല്ലവനാണ്. കാരണം നിന്റെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നത് ആമിനായിക്കല്ലേ. നിന്റെ സർവ്വകാര്യങ്ങളും അറിയുന്നത് നിന്റെ ഭാര്യക്ക. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കബറടക്കിയിട്ട് അവിടുത്തെ മുത്തുനബിയുടെ റൗളയിൽ കൊണ്ട് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ ആരോ ചോദിച്ചു, ആയിഷ നിന്റെ ഭർത്താവ് എങ്ങനെ ഉണ്ടായിരുന്നു? കാന ഖുൽഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു. നിന്നെ എങ്ങാനും പെണ്ണുപിള്ള പറയും മനുഷ്യൻ പോയി കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, അതാ പോയി കിട്ടിയല്ലോ. ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ടെൻഷനാ. ഗൾഫിൽ നിന്ന് വരുന്നെന്ന് വിളിച്ചു പറയുമ്പോഴേ പണ്ടങ്ങനെയല്ല സന്തോഷമായിരുന്നു, ഇപ്പൊ വരുന്നെന്ന് പറയുമ്പോ തന്നെ ടെൻഷനാ. പിന്നെ ചില ചെറുപ്പക്കാർക്ക് വീട്ടിലോട്ട് പോകുന്ന കാര്യം പറയുമ്പോ തന്നെ ടെൻഷനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരുമാറാകട്ടെ. അതിന്റെ കാരണം എന്തെന്നറിയോ? ചെറുപ്പക്കാർ ചോദിക്കുക, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? എന്തിനാടാ മക്കളെ പെണ്ണ് കെട്ടണേ? എന്തിനാ പെണ്ണ് കെട്ടണേ? നല്ല കുടുംബജീവിതം നയിക്കാം. പിന്നെ വേറെന്താ? എന്തിനാ പെണ്ണ് കെട്ടണേ? ഹാപ്പി ആയിട്ട് ചുമ്മാതെ. ഉസ്താദ് എന്തൊരു സുഖമെന്നറിയോ? എവിടെ വേണമെങ്കിലും പോകാം, കൂട്ടുകാരുടെ കൂടെ എവിടെ വേണമെങ്കിലും പോകാം, അടിച്ചു പൊളിച്ച് നടക്കാം, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. രാത്രി 12 മണിയൊക്കെ 12 വീട്ടിൽ കയറി പോകാം, വല്ല ജോലിയുണ്ടോ? പിന്നെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ എപ്പോൾ നോക്കിയാലും രാവിലെ ഒന്നും കളിയില്ല, രാത്രിയാണ് കളി മൊത്തം, സുബഹി വരെ കളി. ഈ അടുത്ത് ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ എവിടെ ഒരു സ്ഥലത്ത് കണ്ട്, ഒരു സ്ഥലത്ത് 2 പെണ്ണുങ്ങളും 6 ചെറുപ്പക്കാരും രാത്രി. അതിന്റെ പേരെന്താപ്പാ? എന്തൊരു സ്റ്റേഡിയത്തിന് എന്തോ പറയത്തില്ലേ? ടർഫ്. അതന്നെ, സർഫ് തന്നെ, പതക്കല. അതിനകത്ത് രാത്രി എവിടുന്നോ വഴുതു കഴിഞ്ഞ് വരും. അങ്ങനെ അത്ഭുതത്തോടെ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ചെറുക്കൻ പറഞ്ഞു അത് കോച്ചായിരിക്കുന്നു 2 ടീമിനും. നരച്ചയ്ക്ക് പെണ്ണുങ്ങൾ വരെ ഉറക്കുന്നില്ല രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ? കുടുംബ വഴക്കുകൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ അടുത്തൊരു മസ്ലഹത്ത്, ഭാര്യയും ഭർത്താവും വഴക്ക്, ഇങ്ങനെ ബഹളം. അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ ഭാര്യ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല ഉസ്താദ്. എന്റെ ഭർത്താവിന് എന്നോട് യാതൊരു സ്നേഹവുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഫോണായി ജനിച്ചാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഭാര്യമാര് പറയുന്നത് എന്തെന്നറിയോ? എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കണ ഫോണായാ മതിയായിരുന്നു. എനിക്കിങ്ങനെ കോമഡിയായി. ഞാൻ ചോദിച്ചു, എന്തേ താത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? കക്കൂസി പോകുമ്പോ വഴി ഇതും കൊണ്ടാ നടക്കണേ. സുബ്ഹാനല്ലാഹ്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് പോലും ഇതിങ്ങനെ ചുമന്നോണ്ടാ നടക്കണേ. എത്ര ലോക്കെന്നറിയോ? ലോക്കറൊന്നും അല്ല ലോക്ക്. ഇവിടെ ഇത്രയും ഓരോ മനുഷ്യന്റെ മൊബൈലിലെ ലോക്ക്, സെൻട്രൽ ലോക്ക്, എത്ര ലോക്കെന്നറിയോ? തുറക്കണമെങ്കിൽ ലോക്ക്, ഗാലറിക്കാണെങ്കിൽ ലോക്ക്, ഫേസ്ബുക്കിൽ വാട്സപ്പിൽ കയറണമെങ്കിൽ അടുത്ത ലോക്ക്. ഇത്രയും വലിയ ലോക്ക് ഇവിടുത്തെ ബാങ്കിലുണ്ടോ? എന്നരിച്ചിക്ക്. ഭർത്താവിന്റെ ലോക്ക് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ ലോക്ക് ഭർത്താവിന് അറിയത്തില്ല. 2 പേരിൽ ലോക്കിട്ട ജീവിതവാ. ചുമ്മാതല്ല അല്ല നിന്റെ ജീവിതത്തിൽ ലോക്ക ഇട്ടത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനപ്പം ഇങ്ങനെ ലോക്കിടുന്നേ? എന്തിനാ ലോക്കിടുന്നേ? ഭർത്താവിന് കാണാൻ പാടില്ലാത്ത എന്തോ നിന്റെ മൊബൈലിൽ ഉള്ളത് കൊണ്ടല്ലേ നീ ലോക്കിട്ട് വെച്ചിരിക്കുന്നത്. ധൈര്യമായിട്ടുണ്ടെങ്കിൽ നീ എന്തിനു ലോക്കിടുന്ന? കള്ളം കൊണ്ടുപോയാൽ കൊണ്ടുപോട്ടെ, കള്ളം കൊണ്ടുപോയാൽ കൊണ്ടുപോകട്ടെ. ഉസ്താദെ, മക്കൾ എടുത്തിട്ട് ഗെയിം കളിക്കും, ഗെയിം ഡിലീറ്റ് ചെയ്ത് കളയണം, ഡിലീറ്റ് ചെയ്ത് കളയണം. ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്കും കൊടുക്കാറില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവിനും കൊടുക്കാറില്ല. 2 പേരും കിടപ്പുറയിൽ വന്ന് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്നിട്ട് ചാറ്റിങ്. അല്ലാഹു അലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് ചെയ്തൂടെ? വേണോ വേണ്ടേ? അതോ ഇങ്ങനെ കെട്ടിയ പെണ്ണിനെ അനുഭവിച്ചിങ്ങനെ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം 3 ദിവസം ചെയ്തു നോക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുമോ? എല്ലാ പെണ്ണുങ്ങളുടെയും ഏറ്റവും വലിയ പരാതി, ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് എന്താ പറയേണ്ടത് എന്ന് പോലും എൻ്റെ ഭർത്താവ് കേൾക്കണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ
ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസ് അല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. ഇത് ഹദീസ് അല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഓഫാക്കി വെച്ചാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു, നീ നിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആരെ വേണമെങ്കിലും നീ വിളിച്ചോ, വീടിന്റെ പുറത്ത് നിന്ന്. നീ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിച്ചോ, കുഴപ്പമില്ല. വിളിക്കാനുള്ളവരെ മുഴുവനും നീ നിന്റെ വീടിന്റെ പുറത്തു നിന്ന് വിളിച്ചോണം, ഗേറ്റിന് പുറത്ത്. വിളിച്ച് തീർന്നതിന് ശേഷം ഈ ഫോൺ ഒരു 10 മിനിറ്റ് ഓഫാക്കി വെച്ചാൽ മതി. വീടിന്റെ അകത്തേക്ക് കയറുമ്പോ നിന്റെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് നീ വീടിനകത്ത് കയറി ചെല്ലണം. ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടാകും, ഇക്ക കുളിക്കാൻ വെള്ളം എടുക്കട്ടെ, വേണ്ട. ഭക്ഷണം എടുക്കട്ടെ, വേണ്ട. ഡ്രസ്സ് എടുക്കട്ടെ, വേണ്ട. നീങ്ങി വാ, ഇവിടെ ഇരിക്കുക 2 മിനിറ്റ് എൻ്റെ അടുത്തിരിക്കെ. നിനക്ക് സുഖമാണോ? നീ ഭക്ഷണം കഴിച്ചോ? ഇത് മതി. ഒരു 10 മിനിറ്റ്, അതും 10 മിനിറ്റ് ഇരിക്കണ്ട. ഈ സാധനം ഓഫാക്കി വെച്ചിട്ട് നിന്റെ ഐഷായെ വിളിച്ച് അടുത്തിരുത്തിയിട്ട്, മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി. നീ വല്ലതും കഴിച്ചോ? അൽഹംദുലില്ലാ സുഖമല്ലേ, എന്തുണ്ട് വിശേഷം? ഈ 3 വാചകം മതി. നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്. ഈ 3 വാക്കുകൾ നീ ചോദിക്കണം. എന്നിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കണം. ഇടി വെട്ടിയതുപോലെ ഇരിക്കും അവള്. കാരണം എന്താ? ലോകത്ത് ആദ്യത്തെ സംഭവം. ഇന്ന് വരെ കെട്ടിയാന്നത് പോലും ചോദിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് 25 കൊല്ലത്തിന് ശേഷം എന്നോട് ചോദിക്കാൻ, എനിക്ക് സുഖമാണോ, ഞാൻ ഭക്ഷണം കഴിച്ചോ, എന്താ റാഹത്തല്ലേ, അൽഹംദുലില്ലാ. ആ 10 മിനിറ്റ് നീ ഓഫാക്കി വെച്ചിട്ട് രാത്രി മുഴുവനും ഇതിനകത്ത് കുത്തിയാലും നിന്റെ പെണ്ണുമ്പിള്ള ഒന്നും പറയില്ല. അന്ന് രാത്രി മുഴുവനും നീ മൊബൈലും കൊണ്ട് നടന്നാലും നിന്റെ ഭാര്യ ഒന്നും പറയില്ല. കാരണം അൽഹംദുലില്ലാ അവൾക്ക് സമാധാനമായി. അങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടാ ഇന്നും ജീവിതം ഇങ്ങനെ തമ്മിത്തല്ലി തീർക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല കാര്യല്ലേ? ഒന്ന് ചെയ്തു നോക്കിക്കൂടെ? ഒന്ന് കൈവക്കിക്കേ, ചെയ്യാന്നുള്ളവര് ഇൻഷാ അല്ലാഹ്. എന്റെ ഫോൺ എങ്ങനെ താഴ്ത്തി വെക്കും ഉസ്താദെ? 1 മിനിറ്റ് ഓഫാക്കാൻ പറ്റൂലല്ലോ അല്ലേ? 1 മിനിറ്റ്. ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. ഒരൊറ്റ മിനിറ്റ് എന്റെ ഫോൺ ഓഫാക്കി വെക്കാൻ പറ്റില്ലല്ലോ. സഹോദരി, ഇനി നിനക്കൊരു ഉപദേശമുണ്ട്. നീ എന്തേ ചെയ്യേണ്ടത്? നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ, ജോലി കഴിഞ്ഞ് വരുമ്പോ നിനക്കറിയാം, ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരാൻ നിന്റെ ഭർത്താവ്. നീ എന്ത് ചെയ്യണം? ഭർത്താവ് വരുന്ന സമയത്ത് വീടിന്റെ വാതിലിൽ ഉണ്ടാകണം. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശരീരം ക്ഷീണിച്ച് വേദനയോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കണം. ആ വിഷമിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തോളി കിടക്കണ ഷാൾ എടുത്തിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട്, പോട്ടേക്ക, അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ചിരിക്കുന്ന ഒരു മുഖം നിന്റെ ഭർത്താവിന് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ അയൽവാസിയുടെ ഭാര്യയെ നോക്കാൻ നിന്റെ ഭർത്താവ് പോകില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഒരേ ഒരു ദിവസം നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ നല്ലതുപോലെ വസ്ത്രം ധരിച്ച്, അതെങ്ങനെ കല്യാണത്തിന് പോകുമ്പോഴല്ലേ നീ ഒരുങ്ങത്തുള്ളൂ. കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷവതിയായി, മനസ്സിൽ എത്ര വേദനയുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കി വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ ഒന്ന് സ്വീകരിച്ചാൽ മതി. മരിച്ചു കിടക്കുമ്പോൾ ആ ചിരി അള്ളാഹു നിന്റെ മുഖത്ത് നൽകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാത്രി കിടക്കുമ്പോ സ്വന്തം ഭാര്യയോട് പോലും പൊരുത്തം ചോദിക്കാത്ത മഹാന്മാരായി ഈ സദസ്സിൽ ഇന്നു മുതൽ പൊരുത്തം ചോദിക്കണം. നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. നിങ്ങളെ അതൊരു ശീലമാക്കിക്കോ. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ല, പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞത്, ദുആ ചെയ്യാൻ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചെയ്യാൻ വെറുതെ പറഞ്ഞതല്ല. എന്തിനാ
അതിനാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കാരണം പെട്ടെന്ന് മരണപ്പെട്ടാൽ തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല, കടങ്ങളെ കുറിച്ച് പറയാൻ കഴിയണമെന്നില്ല, ഹക്കിടപാടുകളെ കുറിച്ച് അറിയിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ഒരു മിനിറ്റ് നിങ്ങൾ ഇരുന്നൊന്ന് കരയട്. ദുആ ചെയ്യുന്ന സമയത്ത് കരയട്. അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്ത് കരയട്. ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ലാ യലിജുന്നാറ ബകാമിൻ ഖസിയത്തില്ലാ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? സബഅത്തുൻ യുദല്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി വറജുലൻ ദക്കറല്ലാഹു ഖാലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? പടച്ചവനെ, ഇന്നുച്ചയുരിക്കതാ ഉച്ച സമയത്ത് ഉദിച്ചിരുന്ന സൂര്യനുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് 15 ലക്ഷത്തോളം കിലോമീറ്ററിന് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യന്റെ ചൂട് പോലും പടച്ചവനെ ഈ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്, ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത പ്രയാസം തോന്നുന്നല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അള്ളാന്റെ കോടതിയെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? അള്ളാന്റെ മസ്റയെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? പെങ്ങളെ, ചെമ്പിന്റെ തറയാണ് മോളെ. ചെരുപ്പിടാതെ റോഡിലൂടെ പോലും 1 മണിക്ക് 2 മണിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്ത ചൂടല്ലേ. പിന്നെ എങ്ങനാ പെങ്ങള്? ശരീരത്തിലൊരു നൂൽബന്ധം പോലുമില്ലല്ലോ, ഒരു വസ്ത്രവുമില്ലാതെ ചെരുപ്പില്ലാതെ നഗ്നരായിട്ട് നാളെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുകയാ. അല്ലാ, ഒരു ചാണ് മുകളില് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, അന്നൊരു ചാട് മുകളിൽ വരികയാ. ആ ദിവസത്തെ കുറിച്ച് നിനക്കെന്തേ ഓർമ്മ വരാത്തത്? പെങ്ങളെ, നീ പ്രസവിച്ചവളാണല്ലോ, പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന് പറയുന്നവളാണല്ലോ. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല. മരണവേദനയുടെ ഒരംശം മാത്രമാണ് പ്രസവ വേദന. അല്ലാ, എങ്കിലും ആ പ്രസവിച്ച സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ? ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അത് ഭയാനകമാണ്. അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു ഗർഭിണിയായ പെണ്ണ് നാളെ പടച്ചറപ്പിന്റെ മസറയിൽ നിന്നാൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാൽ അവൾ അറിയാതെ പ്രസവിച്ചു പോകുമായിഷാ. അവൾ പ്രസവ വേദന അറിയില്ല, അവൾ അറിയില്ല പെങ്ങള്. പേടിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. നീ മരണവേദന എന്ന് പറഞ്ഞ വേദനയാ പെണ്ണറിയുകയില്ല. അല്ലാഹുവേ, നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്ത് നോക്ക്. ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം. അല്ലാഹുവേ, ജനങ്ങള് കടന്ന് നിലവിളിക്കുകയാ, യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ
ഒരു തണലേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരലോകത്ത് പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ. അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ? പടച്ച റബ്ബേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. പടച്ചറപ്പേ, ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ. ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ, കട്ടയുണ്ടല്ലോ, പടച്ചവനെ അത് പഠിപ്പിക്കുമല്ലോ. ചൂളയിൽ കൊണ്ടുവച്ചിട്ട് പച്ചവറവ് വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല വാപ്പാ. അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? വലിച്ചു കൊണ്ടുവരുന്ന കാള വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. ഇതുപോലെയാണ് നാളെ മനുഷ്യർ ഇവിടെ കിടന്നു വരുന്നത്. അല്ലാ, വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരി കിടന്ന് തിളയ്ക്കുമല്ലോ, തിളച്ചും മറിയുമല്ലോ. റസൂലുള്ള പറയുകയാ, ഈ തലയ്ക്ക് ഒട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ പെണ്ണ്, ഈ തലമൂളയുണ്ടല്ലോ, ഇത് തിളച്ചട്ടിങ്ങനെ മറിയുകയാ. തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. അല്ലാ, വിയർപ്പ് താഴൂല, വിയർപ്പ് താഴൂല. അതാ മനുഷ്യൻ ചെയ്ത പാപത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ, അവന്റെ കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂടുകയാണ്. പടച്ചവനെ, മുട്ടുവര്, അരവര്, നെഞ്ചുവര്, കഴുത്തുവര് ജനങ്ങള് വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താടുന്ന ദിവസമാ. പെങ്ങളെ, ജനങ്ങള് പറയുന്നത് എന്തെന്നറിയോ? ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ, എടാ, ഇന്ന് നരകം പറഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ, നരകത്തെ കുറിച്ച് ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എങ്കിൽ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാ, നരകത്തിലാണെങ്കിൽ നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ല, അല്ലാ, ഞങ്ങളെ നരകത്തിലിട്ടാലും കുഴപ്പമില്ല, അല്ലാ, ഇവിടെ നിൽക്കാൻ വയ്യ റബ്ബേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ. അന്നാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നു, അല്ലാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തി കടത്തി താ അല്ലാ. എന്നെക്ക് പാല് തന്നു വളർത്തിയ എന്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കേറി നിൽക്കട്ടെ റബ്ബേ എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമാ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. സ്വന്തം മക്കളോ, സ്വന്തം ഭാര്യയോ, സ്വന്തം കൂടപ്പിറപ്പോ, ജന്മം നൽകിയ പിതാവോ, കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമുണ്ടല്ലോ. അന്ന് അല്ലാഹുവിന്റെ അർശല്ലാതെ ആ അർശിന്റെ താഴെയാണ് തണലുള്ളത്. ആ തണലല്ലാതെ ഒരു ദിവസം, അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല.
തണലില്ലാത്ത ദിവസം അള്ളാന്റെ അറസിന്റെ താഴെ അള്ളാഹു വിളിക്കുന്ന 7 വിഭാഗത്തെ വിളിക്കുകയാ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക്, ഈ തണലിന്റെ താഴെ നിൽക്ക്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാരാ? വറജുലുൻ ദക്കറല്ലാഹ ഖലിയാ, കരഞ്ഞവനാടാ, കരഞ്ഞ ചെറുപ്പക്കാരാ, കരഞ്ഞ ഉപ്പാ, നിന്നെ അല്ലാഹു അർശിന്റെ താഴെ ആ തണലത്ത് റബ്ബ് നിന്നെ കൊണ്ട് നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരിടം തരും. എന്ത് ചെയ്താൽ? ഒന്ന് കരഞ്ഞാൽ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത്തെ കാര്യമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഖത്രതാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 തുള്ളികളാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 തുള്ളികളാ. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ? വഖത്രതു ദമിന തുഹറാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തില് അല്ലാഹുവേ ശഹീദായവരുണ്ടല്ലോ. ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, മിസ്അബിനെ മറക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, ഉമൈർ തങ്ങളെ മറക്കാൻ പറ്റുമോ? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ പറ്റുമോ? ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ രോമങ്ങൾ അല്ലാഹ് എഴുന്നേറ്റ് നിൽക്കുമല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ, തന്റെ കരളം കൂമ്പമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സ്വഹാബിയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ലോകത്തിൽ ആദ്യമായിട്ട് ഷഹീദായ പെണ്ണല്ലേ മഹ്ദി സുമയ്യ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇതുപോലെ ഒരുപാട് സഹാബി വനിതമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവരൊക്കെ ഷഹീദായവരാണല്ലോ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികള്, 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടതാ. അതിലെ 1ാമത്തെ തുള്ളിയതാ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ. വെട്ടുകൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോ, തലവെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ. 2ാമത്തെ രക്തമേതെന്നറിയുമോ? 2ാമത്തെ രക്തമേതെന്നറിയുമോ? ഖത്രത്തു ദുമൂഇ മിൻ ഖസിയത്തില്ലാഹ്. 2ാമത്തെ രക്തമേതാ? 1ാമത്തെ തുള്ളി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി.